എവിടുന്ന് വീണ ചാവൂല്ലേ? ഇത് നമുക്ക് സെറ്റ് ചെയ്ത മന്തിന് നമുക്ക് നഷ്ടമായി. നമുക്ക് സെറ്റ് ചെയ്ത മന്തിന് നമ്മളൊരു കിണ്ണം കൊടുക്കുന്നത് അവൻ ചോറ് കഴിക്കാൻ. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോൾ പോവുമായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എപ്പിസോഡ് 9 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുന്നത്തെ എപ്പിസോഡ്സ് കാണാത്തൊരു മറക്കാതെ പോയി കണ്ട് കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ നമ്മൾ ബാന ഹിൽസിൽ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ നമ്മൾ നേരെ ചെന്ന് വിയറ്റ്നാമിൻ്റെ ഐക്കോണിക്കായിട്ടുള്ള ബാന ഹിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ റിങ് പോലെയുള്ള ആ ഒരു ഐറ്റം നമ്മൾ നേരെ പോയി കാണുക, തിരിച്ചു വരിക എന്നുള്ളൊരു മൈൻഡ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത് കേട്ടോ. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. അപ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി കണ്ടുവരും. അയ്യോ എൻ്റെ കയ്യിൽ ചെരുപ്പാണ്. ഹില്ല് ഏരിയയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. കടലിൽ നിന്ന് നേരെ ഹില്ലിലേക്ക്. ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ്. ഭയങ്കര ജൈഗാൻറ്റിക് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ അത്. ചന്ദ്രനിൽ പോയാലും മലയാളികളെ കാണാമെന്ന് പറഞ്ഞ പോലെ നമ്മളവിടെ കുറച്ച് മലയാളികളെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, പക്ഷേ അവിടെ മലയാളികളുണ്ടായിരുന്നു. വിയറ്റ്നാമിൻ്റെ സിമ്പിളായിട്ടുള്ള ബന ഹിൽസ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിയറ്റ്നാമിൽ നിന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ആ ഒരു പാലം, അതാണ് നമ്മളിപ്പോൾ കാണാൻ വന്നിട്ടുള്ളത്. ഓക്കെ, നല്ല സ്ഥലമാണ്. അയ്യോ, ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. അവിടെ ടിക്കറ്റ് എടുക്കാൻ നമ്മൾ നടക്കാൻ കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഏജൻസീസും ഉണ്ട്, അതുപോലെ തന്നെ ഗവൺമെൻറ് പ്ലേസസും ഉണ്ട്. നമ്മൾ ഏജൻസി ത്രൂ ആണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഒരു പണി കിട്ടി ഗൈസ്, ഞങ്ങൾ പെട്ടു. ഇവിടെ കാർഡ് എടുക്കില്ല, കാർഡ് പേയ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല. ബിജോൻ്റെ കാർഡ് നമ്മൾക്ക് ചെക്ക് ചെയ്തു, അത് എന്തോ പ്രശ്നം, ട്രാൻസാക്ഷൻ ലിമിറ്റ് എക്സീഡ് ചെയ്തു പറഞ്ഞിട്ട്. ഞാൻ ചെയ്തപ്പോൾ അതേ പ്രശ്നം. പക്ഷേ ഞാൻ വേറെ ATM നോക്കിയപ്പോൾ കിട്ടി. ആ പൈസ നമ്മൾ കൊടുത്തു. അതും 40 ലക്ഷം നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയില്ല. എന്നിട്ട് 30 ലക്ഷം എടുത്ത് ഇപ്പോൾ കൊടുത്തു. അത് എന്തോ ഭാഗ്യത്തിന് കിട്ടി. നമ്മൾ ഇനി തിരിച്ച് പോയിട്ട് മണി എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും വേണ്ട, നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമ്മൾ ATMയിൽ അല്ല, ബാഗ് വയ്ക്കാൻ പോകണം ക്ലോക്ക് റൂമിൽ. ഓക്കെ, ലഗേജ് വയ്ക്കണം കേട്ടോ. നമ്മുടെ ക്ലോക്ക് റൂമിൽ നമ്മുടെ ക്ലോക്ക് റൂം സെറ്റ്. അപ്പോൾ കാശ് എടുത്ത് വന്നപ്പോഴേക്കും നമ്മളാകെ ടയർഡായിട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കാലത്ത് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് ബ്രെഡ് പോലത്തെ ഒരു ഐറ്റമാണ് നമ്മൾ കഴിച്ചത് കേട്ടോ. കൂടെ കഴിക്കാൻ നമ്മളൊരു ഷേക്കും പറഞ്ഞു കേട്ടോ. ഞാനും ബിജോ ഒരു ഷേക്ക് പറഞ്ഞു. നിതിൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, പക്ഷെ എന്തോ പറഞ്ഞ് നമ്മൾ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നമ്മൾ വാങ്ങിച്ചതിൻ്റെ പുറത്ത് കൂടെയാണ് കേട്ടോ അവർ ചിക്കൻ ഉണക്കിയതാണ് തോന്നുന്നത്. ഉള്ളിൽ സ്വീറ്റുണ്ട്, സ്വീറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് പൈസ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം നമ്മളവിടെയുള്ള ഒരു ATMയിൽ എൻ്റെ കാർഡ് ഇൻ്റർനാഷണൽ എനേബിൾ ആയിരുന്ന കാരണം അത് കിട്ടി. അപ്പോൾ നമ്മളത് എടുത്ത് ടിക്കറ്റിന് പൈസ കൊടുത്തു കേട്ടോ. നമ്മൾ പെട്ട പോലെയായിരുന്നു. അവരുടെ കാർഡ് എന്തോ ഇൻ്റർനാഷണൽ എനേബിൾ അല്ലാത്ത കാരണം ലിമിറ്റ് എക്സീഡ് ആയിട്ടോ എന്തോ വർക്കാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, തിരിച്ച് എവിടെയെങ്കിലും കാർഡ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് തിരിച്ച് വന്നിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് വേണ്ടി ഒന്നുമില്ല, നമുക്ക് എടുക്കാൻ പറ്റി. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാണ് കേട്ടോ. കുഴപ്പമില്ല, പക്ഷെ നമുക്കത് വേണ്ട തോന്നി. നമ്മൾ വീഡിയോ യൂട്യൂബിലൊക്കെ എടുത്ത് കണ്ടു. വലിയ ഇതായിട്ട് തോന്നിയില്ല, വലിയ കാര്യമായിട്ട് തോന്നിയില്ല. ഇതാണ് അതിൻ്റെ ഒരു ഫ്രണ്ട് ഗേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കേബിൾ കാറിലേക്കാണ് കേട്ടോ. എൻ്റെ എക്സ്പെക്റ്റേഷൻ പഴനി പോലെ ഒരു കേബിൾ കാറാണ് എന്ന് വിചാരിച്ച് ഞാൻ പഴനിയിലെ കേബിൾ കാറിലും കയറിയിട്ടില്ല കേട്ടോ. പടം മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ജ്യൂസസോ ഷേക്സോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് ഭയങ്കര ചില്ലായിരുന്നു, കഴിച്ച് തീർക്കാൻ പറ്റില്ല. നമ്മൾ എടുത്തു കേട്ടോ, പോകുന്ന വഴിക്ക് കഴിക്കാൻ തിരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കേബിൾ കാറാണ് വന്നത്. നോക്കാം. നമസ്തേ. Namaste. Okay.
പിള്ളേർക്ക് എന്നെ മതി കേട്ടോ. വാ, പുള്ളിക്കാരി ഒറിജിനലായിട്ട് ഇന്ന് വായിക്കായിരുന്നു കേട്ടോ. അവിടെ വായിച്ചോണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഒറിജിനലായിട്ടെന്ന് ഉദ്ദേശിച്ചത് സ്പീക്കറിൽ മോക്കിയായിട്ട് ശരിക്കും വായിക്കുന്നതാണ് കേട്ടോ. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ നടന്നു. പണ്ട് ചൈനീസ് ഫിലിംസിലൊക്കെ കണ്ട പോലെ പരമ്പരാഗതമായിട്ടുള്ള വിയറ്റ്നാമീസ് ശൈലിയിലാണ് ഇതൊക്കെ പണിതിരിക്കുന്നത്. എൻ്റെ കടിച്ചപ്പോട്ടത്തെ ഇംഗ്ലീഷ് കേട്ടിട്ട് മലയാളം കേട്ടിട്ട് ഇവന് അസൂയ തോന്നുന്നുണ്ട്. ഇത്ര നാള് അമ്പരച്ചുംബികൾ മാത്രം കേട്ടിരുന്നവൻ അതെ കൊള്ളാം. പരമ്പരാഗത കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം അവൻ ആ മലയാളം അറിയില്ല. നമ്മൾ ഡ്രൈവ് ചെയ്യണോ കേട്ടോ സാമ്പിള്. നമ്മളടുത്ത പോലെയല്ല, ഡ്രൈവ് ചെയ്തിട്ടുള്ള പഞ്ചസാരം കൂടി ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഷോപ്പുകളിൽ നിന്ന് നമ്മളവർക്ക് ആൾക്കാർക്ക് സാമ്പിൾസ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ കഴിക്കുന്ന ഐറ്റത്തിൻ്റെ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചത് ഓർമ്മയുള്ളത് എനിക്ക് ഡ്രൈ പീനട്ടും പിന്നെ നമ്മുടെ ബെറി എന്നാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകുന്ന വഴിയൊക്കെ ചൈനീസ് ആർക്കിടെക്ചറിൽ ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് പോകുന്നതും അവരൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ ആ സ്കോറിലൊക്കെയാണ് നമ്മൾ കേട്ട് പോകുന്നത്. അപ്പോൾ മൊത്തം ആംബിയൻസ് നമുക്ക് പോകുമ്പോൾ തന്നെ കിട്ടും. എങ്ങനെയാണ് അവിടുത്തെ ഒരു കൾച്ചറായിട്ട് നമ്മൾ ഇഴുകി ചേരും ആ ഒരു ടൈം ആകുമ്പോഴേക്കും, അവിടെ എത്തുമ്പോഴേക്കും. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലേക്ക് അവർ ആംബിയൻസ് സെറ്റ് ചെയ്യുന്ന പോലെയാണ് അതൊരു ഫീൽ ചെയ്യുന്നത്. അതിപ്പോൾ കാണുന്ന കാഴ്ചയിലും കേൾക്കുന്ന ശബ്ദമാണെന്നുണ്ടെങ്കിലും അവിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അതനുസരിച്ചിട്ട് സഞ്ചാരികൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈവൻ നമുക്ക് അവിടെ കാണുന്ന ഒരു ഫോഗി അറ്റ്മോസ്ഫിയർ വരെ അവരത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. കുറേ ഗിഫ്റ്റ് ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആൾക്ക് 3000 രൂപ വെച്ചാണ് കേട്ടോ. ഇത് ആരെടുത്ത് എടുക്കാൻ ഞാൻ ഓ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണല്ലേ. ഇത് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് 2 ബിയർ കഴിക്കാനുള്ള ഒരു കൂപ്പൺ കിട്ടി കേട്ടോ. പിന്നീട് ഞങ്ങളുടെ ആ കംപ്ലീറ്റ് നടത്തും ആ ഫ്രീ ആയിട്ട് 2 ബിയർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അത് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ പിന്നീടുള്ള സമയം ഫുള്ള് സ്പെൻഡ് ചെയ്തത്. ഇത് മുകളിൽ കണ്ട ഒരു സ്ട്രക്ചറാണ് കേട്ടോ. ഒരു തോണി പോകുന്ന പോലെ ഹൊയാങ് ലേക്ക് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്തത് കേട്ടോ. അതിപ്പോൾ അത് കണ്ടതിന് ശേഷം പറയുമ്പോൾ കാണുന്നതാണ്, അതായത് തോന്നുന്നതാണ്. അതായത് നമ്മൾ ഇനിയിപ്പോൾ കേബിൾ കാറിൽ കയറാൻ പോവാണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞാനൊരു കേബിൾ കാറിൽ കയറുന്നത്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ ഈ കേബിൾ കാർ ഒറ്റ സ്ട്രെച്ചിൽ മുകളിൽ കയറുമ്പോൾ തന്നെ ഈ കാണാനുള്ള ബാന ഹിൽസിൻ്റെ ആ സ്ട്രക്ചറിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് റീസെൻ്റ്ലി മേഡാണ് കേട്ടോ. അപ്പോൾ ഒറ്റയ്ക്ക് ഹണിമൂൺ വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ വൈഫിനൊക്കെ അവൻ വീട്ടുകാർക്കൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഓരോന്നും വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇന്ന സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ബിജോയ്ക്ക് എനിക്കും അങ്ങനെ ഒരു മൈൻഡേ ഇല്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ കയറിയിട്ട് നേരെ ബാന ഹിൽസിലേക്ക് യാത്ര പുറപ്പെട്ടു കേട്ടോ. ശേഷം നിങ്ങളെ കാണാം കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പരടിയിലത്തെ പോലെ സിമ്പിൾ സാധനം വിചാരിച്ചു. ഏറ്റവും വലിയ കേബിൾ കാറുകളുണ്ട്. ഞാനൊരൊറ്റ തള്ളല കൂടെ പുഴ പോണത് പാർക്കാണ് കേട്ടോ. നമ്മള് ലോകത്തിലെ ഏറ്റവും വലിയ കേബിൾ കാറുകളുണ്ട്. എന്റെ അമ്മോ, ഏറ്റവും വലിയ കേബിൾ കാറുകളിലൊന്ന്. അമ്മയൊക്കെ എന്ത് ചേച്ചി എവിടുന്ന് വീണ ചാവൂല്ലേ? ചത്തുമില്ല. ചെവി അടയുന്നു.
3 പേർക്ക് മാത്രമായിട്ടൊരു കേബിൾ കാറാണ് ഞങ്ങൾ വാടക അതെ. ലോകത്തിലെ ഏറ്റവും വലുതിൽ ഒന്നായ ഒരു കേബിൾ കാറാണ്. ഇനി കുറയോ? ഇല്ല, ഇല്ല, ഇല്ല. നേരത്തെ ലോകത്തിലെ ഏറ്റവും വലുതായിരുന്നു, ഇപ്പൊ വലുതിലൊന്നായി. ഒന്നാണ്. ചെക്ക് ചെയ്താ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഞാൻ വലുതെന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്ക് തള്ളി ലോകത്തിലെ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞിട്ട്. സോറി ഗൈസ്. ഞാൻ വീഡിയോ ഒന്നും ചെക്ക് ചെയ്തു. എടാ ഛർദിക്കാൻ പോകുന്ന വാള് വെച്ചാ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ സെൽഫി ഒക്കെ എടുത്തട്ടോ. പക്ഷേ നമ്മളിത് റീച്ച് ആവുന്നത് എത്തുന്നുണ്ടായിരുന്നില്ല, മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എൻ്റെ എക്സ്പെക്ടേഷൻ പോലെ ഒന്നും ആയിരുന്നില്ല ഇത്. അവിടെ റീച്ച് ആവാൻ ഒരുപാട് സമയം എടുത്തു കേട്ടോ. ഒരു മലയുടെ മുകളിൽ നിന്ന് വേറൊരു മലയ്ക്ക്, അവിടെ നിന്ന് വേറെ മലയുടെ മുകളിലേക്ക്, ആ മലയുടെ മുകളിലേക്ക്, അങ്ങനെ സ്റ്റീപ്പായിട്ട് നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയർ എന്താ പറയുക, നമ്മുടെ ഒരു 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 വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. ഒരു ലാറ്റിറ്റ്യൂഡ് മുകളിലേക്ക് സഡനായിട്ട് കയറി കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഛർദ്ദിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരുന്നവർക്ക് ഛർദ്ദിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് കാടല്ല, ഇത് മറ്റേ തോട്ടാണ്. ഏത് ചേട്ടന്റെ തോട്ടാണ്? ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. ഇത് നമുക്ക് സെറ്റ് ചെയ്ത വന്നിന് നമുക്ക് നഷ്ടമായി. നമുക്ക് സെറ്റ് ചെയ്ത നമ്മളൊരു കിണ്ണം കൊടുക്കുന്നുണ്ട് അവൻ ചോറ് കഴിക്കാൻ. കഴിയുമ്പോ നിനക്കൊരു കിണ്ണം ഞാൻ വച്ചുതരാം. നിക്കട്ടെ, പോസ്റ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ, വീട്ടിൽ കൊണ്ടുപോയിട്ട് ബുക്ക് ചട്ടിടാൻ വേണ്ടിട്ട്. എന്റെ അമ്മയെ നാട്ടിച്ച് എന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും. ഇത് നമ്മൾ പഠിക്കും. എത്ര നേരം അല്ല എനിക്കറിയില്ല, ഞാൻ മോളിൽ പോയിട്ട് താഴ്ത്തിക്കിരുന്ന. ഇവിടെ നിന്ന് നമ്മള് നേരെ ചെയ്യുന്നത് ഗോൾഡൻ ബ്രിഡ്ജിലേക്കാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിയറ്റ്നാമിന്റെ ഒരു ഐക്കോണിക് സിമ്പിൾ ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ്, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കയറ്റം കയറിയിട്ട്. ഇംഗ്ലീഷുകാര് വെച്ചോടാ, നിന്റെ മുഖത്ത് ആരും നോക്കൂടാ, ടെമ്പിളാരെങ്ങനെ നോക്കൂ? അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ഇത് കേബിൾ കാറല്ല മൂവി ചെയ്യുന്നത്, കയറാണല്ലേ പോണത്. കയറാണോ പോണത്? കയറാ പോണത്. അതാണ് ഉമ്മാരുടെ വിജയം. കയറാണ് മൂവി ചെയ്യുന്നത്. നീ ബഹിരാകാശത്തേക്ക് റോക്കറ്റ് വിടുന്ന ശാസ്ത്രജ്ഞനാ. ഞാനിത്ര നാളൊന്നും വിചാരിച്ചിരുന്ന കേബിൾ കാർ മൂവി ചെയ്യുന്ന. കാർ ആവശ്യം വന്ന മൂവ് ചെയ്യും, പക്ഷെ ഇപ്പൊ ആവശ്യമില്ല. ഞങ്ങള് ആക്ച്വലി കേറിയ സ്ഥലം ഇപ്പൊ കാണുന്നില്ല. അതന്നെ നോക്കി, അവിടുന്ന് വേറെ കുറെ കേബിൾ കാർസ് വരുന്നുണ്ട്. മഞ്ഞൊക്കെ വരുന്നുണ്ട്. ഓ ഈ ജൂനിൽ നിർമ്മിച്ചൊരു സീനാട്ടോ. മേലത്തെ ലൈനാണ് കണ്ടില്ല. ബിജോയ്ക്ക് ഒന്നും കാണുമ്പോ തോന്നുന്നുണ്ടാവില്ല അല്ലേ? ഈ വ്യൂ നമുക്ക് ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുരത്തിൽ ഇതൊക്കെ എന്ത് തിരുവനന്തപുരം അവിടെ തന്നെ കാണൂലേ? ഓടിപ്പോയൊന്നുമില്ലല്ലേ? എപ്പോ ആണെങ്കിലും അവിടെ തന്നെ കാണാം. ചെറിയ ചെറിയ കേബിൾ കാസ് അവിടെ പോകുന്നുണ്ട്, കാണിക്കാൻ 3000 അടി ഉണ്ടാവും. കൊടുത്തൂടെ? എത്ര അടിക്ക് 3000 അടിക്ക് മേലെ എന്തായാലും ഉണ്ടാവും. എടാ ഇതിങ്ങനെ കുലുങ്ങും. നീ ഒന്ന് ചുമ്മാ അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കൊന്ന് കാലിൽ താഴ്ത്തും. ഇങ്ങനെ നടന്ന് കുലുങ്ങില്ല. നീ ദുരന്തം പറയാൻ നിങ്ങൾ ടൂർ പോയാണ്. പണ്ട് ഇതുപോലെ തന്നെ എന്റെ അമ്മാവൻ ടൂർ പോയ ബസ് കൊക്കയിലേക്ക് മറിഞ്ഞിട്ട് അതിലുള്ളവര് മൊത്തം ബോട്ടിൽ തീർന്നു പോയി. കേട്ടോ, ആ റൗണ്ട് കാണുന്ന ഗോൾഡൻ ബ്രിഡ്ജ്. ആ കൈ കണ്ടോ? ആ കൈയാണ് ഗോൾഡൻ ബ്രിഡ്ജ്. പിന്നെ ഇവിടെ നമുക്ക് വേണമെങ്കിൽ കോട്ടേജസ് ഉണ്ട്. ഇവിടെ കോട്ടേജസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം.
താമസിക്കാൻ മാത്രം. ഇപ്പോഴാണ് ഇതിന്റെ കേബിൾ കാറിന്റെ കുറച്ച് പണിക്കാർ മാത്രമാണ് ഉള്ളത്. അവർ ഈ സീസൺ കഴിയുമ്പോ പോകും. വാവ്, നോക്കിയേ ഇവിടെ കല്ല് ഇത്ര മേലെ കൊണ്ടുവന്ന് ഒരു ഈ ബിൽഡിംഗ് ഇത്ര പണിയാണ്. എന്തോരം എഫേർട്ട് ഉണ്ടാവുന്ന ആലോചിക്ക്. ആ കല്ല് ഓരോന്ന് ചുമന്നുകൊണ്ട് കേബിൾ കാറിനോട് കൊണ്ട് ഇട്ട് പൊക്കിയാണ്. ഇതൊരു വഴിയുണ്ട് ഇവിടെ. അത് അവിടെ നിന്ന് തെറിഞ്ഞിട്ടുണ്ടാവില്ല കേബിള്. അത് ഒരുത്തനെ വയറുമ്മ കയറിയിട്ടിട്ട് മോളി കയറിണ്ടാവും. അതിനല്ലേ ഞാനും പറഞ്ഞത്. കേബിൾ കാർ ഗോൾഡൻ ബ്രിഡ്ജ്. ുള്ള കഴിവുണ്ടോ നിന്നെ 4 പേര് അറിയുമ്പോടെ നാറി അവിടെ തൊലിഞ്ഞ ഒരു മോന്തം വെച്ചോണ്ടാ. പിള്ളേർക്ക് നമ്മൾ കൊടുത്ത് വലിയ ആൾക്കാർ ഭയങ്കര സീരിയസാ. നമ്മൾ കൊടുക്കും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതാണ് ഗോൾഡൻ ബ്രിഡ്ജ്. ഗോൾഡൻ ബ്രിഡ്ജ് കാണാൻ പറ്റില്ലല്ലേ? അല്ല അതിന്റെ വ്യൂ കിട്ടില്ല. അങ്ങനെയല്ല, മേലെ നിന്നുള്ള വ്യൂ കിട്ടില്ല. നമ്മളെത്തി, നമ്മൾ റീച്ചായി. ഗോൾഡൻ ബ്രിഡ്ജ് റീച്ച് ആയിട്ടോ. താഴത്തേക്ക് നോക്കുമ്പോൾ ഫുള്ള് പോകാൻ മാത്രമേ നമ്മൾ അത്ര ഹൈറ്റിലോ. അപ്പോൾ നമ്മൾ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് റീച്ച് ആയിട്ടോ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. കീപ് ഓൾ സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഓൾ. അടുത്ത വെള്ളിയാഴ്ച കാണാം. ബൈ.